മഴ പെയ്തു തോർന്നിരുന്നു. നിരഞ്ജൻ കവലയിൽ ബസ് ഇറങ്ങുമ്പോൾ ടോൾ ബാഗ് ശരിയാക്കിയിട്ട് അവൻ നടന്നു നീങ്ങുമ്പോൾ അടുത്തുള്ള കടകളിലിരിക്കുന്നവർ അവനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. നീണ്ട നാളത്തെ ആർഭാടകരമായ ജീവിതത്തിൽ നിന്നും ഗ്രാമത്തിന്റെ ശാന്തിയിലേക്ക്, ആ കുളിർമയിലേക്ക് കാലുകുത്തിയപ്പോൾ അവനിലെ ഭൂതകാലം ഉണരുകയായിരുന്നു. അമ്മ വീട്ടിലേക്കുള്ള യാത്രയിലാണവൻ. വേണമെങ്കിൽ വീട്ടുപടിക്കൽ വരെ ഓട്ടോ പിടിച്ച് പോകാൻ പറ്റുമെങ്കിലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യകാല സ്മരണയിലൂടെ ഒരു വട്ടം കൂടി നടക്കണമെന്ന മോഹം കൊണ്ട് എത്തിയതായിരുന്നു അവൻ. എല്ലാവരും ഉണ്ടായിരുന്ന താനിന്ന് ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നതിന്റെ ചിന്തകൾ അവനെ തെല്ലൊന്നുമല്ല അലട്ടിയത്. ടാറിട്ട റോഡ് കുറുകെ കടന്ന് ഇടവഴിയിലേക്ക് പ്രവേശിച്ചു. റോഡിന് ഇരുവശവുമുള്ള നെൽപ്പാടങ്ങളിൽ തഴുകിയെത്തുന്ന ഇളം തെന്നൽ അവന്റെ കവിളിൽ മുത്തം വെച്ച് അവനെ സ്വീകരിച്ചു. നാട്ടിൻപുറങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന ആ പ്രത്യേക ഗന്ധവും കിളികളുടെ കളകളാരവും പിന്നിടുന്ന വഴികൾക്കപ്പുറം ഇന്നലകളിലെ ഓർമ്മകൾക്ക് കൂട്ടായി എത്തി. കൂട്ടുകാരത്ത് കണ്ണാരം പൊത്തി കളിച്ചതും പുഴയിൽ ചാടി കുളിച്ചതും ചേമ്പിലയിൽ വെള്ളമെടുത്ത് അതിലെ വെള്ളി നിറം കണ്ട് ആസ്വദിച്ചതും പെട്ടെന്ന് അവന്റെ മനസ്സ് നീറി. ആ ഓർമ്മകളിൽ ഒരു പൊള്ളുന്ന മുഖമാണ് മാളവികയുടേത്, തന്റെ മുറപ്പെണ്ണ്. ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ട് തഴമ്പിച്ച വാക്കായിരുന്നു, മാളു നിന്റെയാണ്, നീ മാളുവിൻ്റെയും. ഇപ്പോൾ അവൾ എവിടെയാവും? എന്നെ ഓർക്കുന്നുണ്ടാവുമോ ആവോ? സത്യത്തിൽ ഈ യാത്ര അവളെ തേടിയാണ്, അവളെ മാത്രം. സാധിക്കുമെങ്കിൽ ആ കാലിൽ വീണ് മാപ്പ് പറയണം. ആരിത്? നിരഞ്ജനോ? ഇതെന്താ കുട്ടിയെ നീ നടന്നു വരുന്നേ? ഓർമ്മകൾക്കൊപ്പം നടന്ന് വീടെത്തിയത് അറിഞ്ഞില്ല. വല്യമ്മയാണ്, അമ്മയുടെ ചേച്ചി. കാലും മുഖവും കഴുകി അകത്ത് കിടന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് വല്യമ്മാവൻ മരിച്ചത് അറിയിച്ചിരുന്നുവെങ്കിലും വരാൻ സാധിച്ചിരുന്നില്ല. പരാതിയും പരിഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവന്റെ തലയിലൊന്ന് തടവിക്കൊണ്ടായിരുന്നു വല്യമ്മയുടെ ചോദ്യം. എൻ്റെ കുട്ടി എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല വല്യമ്മ. ഒന്നുമില്ല എന്ന ശബ്ദത്തിലൂടെ എന്തെല്ലാം അവൻ ഒളിപ്പിക്കുന്നുവെന്ന് ആ മുഖത്തിൽ നിന്ന് വായിച്ചെടുത്ത വല്യമ്മയുടെ മുഖഭാവമൊന്ന് മാറി. അവളെവിടെ? ജ്യോതിക. മോൻ സുഖമായിട്ടിരിക്കുന്നോ? എന്തേ കൊണ്ടുവരാഞ്ഞേ? വല്യമ്മ നിർത്താതെ ഓരോന്നും ചോദിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജന ഈ ലോകത്തൊന്നുമല്ലായിരുന്നു. നീ എന്താ കുട്ടിയെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? വിശേഷങ്ങൾ പറ, കേൾക്കട്ടെ. അപ്പോഴവൻ തന്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജ്യോതിക എന്ന മോഡേൺ സുന്ദരിയുമായുള്ള ബന്ധം തറവാട്ടിലെ ചിലർ എതിർത്തുവെങ്കിലും ഭൂരിഭാഗം പേരും പിന്തുണച്ചിരുന്നു. കാരണം ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള തനിക്ക് മാളവികയെ പോലെയുള്ളൊരു 10ാം ക്ലാസ്സുകാരിയായ നാട്ടിൻപുറത്തുകാരി ചേരില്ലെന്നായിരുന്നു ബന്ധുക്കളുടെ അഭിപ്രായം. ജ്യോതികയുടെ കാര്യം പറഞ്ഞ് മാളവിക ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനെത്തിയ ദിവസം അവന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. സത്യത്തിൽ അവളോട് ഹൃദയം നിറയെ പ്രണയമായിരുന്നു. ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പണത്തോടുമുള്ള ആർത്തി മൂലം അവളെ തഴഞ്ഞ് ഒരു പണക്കാരിയെ കെട്ടിയത് തന്റെ സ്വാർത്ഥത. അതിന് കൊടുക്കേണ്ടി വന്ന വിലയോ ഒക്കെ മാളവികയോട് കാണിച്ച ക്രൂരതയുടെ ഫലം. അന്ന് മാളവികയുടെ കത്തുന്ന ശാലീന സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അവളുടെ എതിർപ്പുകൾ വകവെക്കാതെ അവളെ കീഴ്പ്പെടുത്തിയതും അവളുടെ കണ്ണീര് കണ്ടില്ലെന്നടിച്ചുകൊണ്ട് ഏറെ താമസിയാതെ ജ്യോതികയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് നാടുവിട്ട് ബാംഗ്ലൂരിലേക്ക് ചേക്കേറിയതും ഒരിക്കലും ഒരു തിരുത്തൽ നടത്താനാവാത്ത വിധം ഇന്നലകളിലെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി അവ അവനിലേക്ക് ആഴ്ന്നിറങ്ങി. മാളവികയോട് വല്യമ്മ, എനിക്ക് അവളെ ഒന്ന് കാണണം. അതൊക്കെ പറയാം, നീ വന്നേ, വല്ലതും കഴിച്ചിട്ട് മതി ഇനി സംസാരം. ഊണ് കഴിച്ചു കഴിഞ്ഞ് ഉമ്മറത്തിരുന്ന് മഴ കണ്ടുകൊണ്ടാണ് വല്യമ്മ ആ കഥ അവനോട് പറഞ്ഞത്. നിരഞ്ജന്റെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാളവിക തറവാട്ടിൽ തലചുറ്റി വീണു. വീഴ്ചയിൽ തലപൊട്ടിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞു. എത്ര നിർബന്ധിച്ചിട്ടും കാരണക്കാരാരാണെന്ന് അവൾ പറഞ്ഞില്ല. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, എല്ലാവരും കൂടി അവൾ ഒരുപാട് കുറ്റപ്പെടുത്തി. അവളുടെ അമ്മ അവളെ പൊതിരെ തല്ലി. വല്യച്ഛൻ അവളെ ആട്ടിയിറക്കി. ആ രാത്രി അവൾക്ക് മുമ്പിൽ കൊട്ടിയടച്ച വാതിലിൽ രക്ഷയ്ക്ക് വേണ്ടി കുറേ പ്രാവശ്യം കൊട്ടി. ആരും തുറന്നു കൊടുക്കാത്തതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഈ പടി ഇറങ്ങിപ്പോയി. മോനെ. വല്യമ്മ വിതുമ്പിപ്പോയി. പലപ്പോഴും തൊണ്ടയിലുടക്കിയ ഗദ്ഗതത്താലെ വാക്കുകൾ കിട്ടാതെ അവർ പിടഞ്ഞു. പിറ്റേന്ന് അവളെ കാണാത്ത വേദനയിൽ അവളുടെ അമ്മയുടെ മാനസിക നില തെറ്റി. ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നൊന്നും അറിയാത്ത അവസ്ഥ. മകളെ കാണാത്ത മതിഭ്രമത്താൽ കല്യാണിക്കുട്ടി ഒരു സാരി തുമ്പിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം മാളവികയെ കണ്ടെത്തിയത് ദേവകി ചിറ്റയുടെ മോള് ശ്രുതിയ. യൂണിവേഴ്സിറ്റിയിൽ എന്തോ ആവശ്യത്തിന് പോയപ്പോൾ അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി തീർന്നിരിക്കുന്നു മാളവിക. അന്ന് വീട് വിട്ടിറങ്ങിപ്പോയ മാളവിക ഒരു കന്യാസ്ത്രീ മഠം നടത്തുന്ന അനാഥാലയത്തിൽ അഭയം തേടി. അവിടെ വെച്ച് അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവരവളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. കുഞ്ഞിനിപ്പോൾ 16 വയസ്സുണ്ട് മോനെ. നിനക്ക് കാണണോ അവളുടെ മകൻ്റെ ഫോട്ടോ? വലിയമ്മാവ് മരിക്കുമ്പോൾ അയച്ചു തന്നതാ അവളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ.
ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ പിന്നെ തറവാട്ടിൽ കാല് കുത്തിയിട്ടില്ല അവള്. വല്യമ്മ കൊണ്ടുവന്ന ഫോട്ടോ കണ്ട് നിരഞ്ജൻ വെട്ടിവിയർത്തു. നടുങ്ങുന്ന മുഖത്തോടെ വല്യമ്മയുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയവൻ. കുഞ്ഞിൻ്റെ അച്ഛൻ ആരെന്ന് അവൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. കാലം ആ സത്യം എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തി. നിശാന്ത് കല്യാണി എന്നാണ് അവൾ മകന് നൽകിയിരിക്കുന്ന പേര്. അവളുടെ അമ്മയുടെ പേര് ചേർത്ത്. ഒരക്ഷരം പോലും മിണ്ടാനാവാതെ തരിച്ചിരുന്നു പോയി നിരഞ്ജൻ. നോക്ക്, നിന്റെ തനി പകർപ്പല്ലേടാവൻ. നീ അവളെ കേട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നിട്ട് എന്തിനാണ് ആ മനസ്സ് തകർത്ത് കളഞ്ഞത്? ആ ശരീരം കൂടെ നീ നശിപ്പിച്ചത്. ഇടിവെട്ടേറ്റവനെ പോലെ ഇരുന്നു പോയി നിരഞ്ജൻ. കാലം അതിൻ്റെ കൈകൾ കൊണ്ട് കനത്ത പ്രഹരമാണ് അവന് നൽകിയത്. പഴമയുടെ മണമുള്ള അമ്മ വീടിൻ്റെ ആ മുറിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവൻ ഊതിവിടുന്ന പുകച്ചുരുളുകൾക്കിടയിൽ എന്തിൻ്റെയൊക്കെയോ ഉത്തരം തേടി അലഞ്ഞു. താൻ കാണാത്ത തൻ്റെ മകനെക്കുറിച്ചുള്ള ചിന്തകൾ, ബാംഗ്ലൂർ നഗരത്തിലെ ആർഭാടം നിറഞ്ഞ ജീവിതത്തിലെ രംഗങ്ങൾ, കൂടപ്പിറപ്പിനെ പോലെ കരുതിയ ചങ്ങാതി, ബിസിനസ് പാർട്ട്ണർ പതിയെ പതിയെ തൻ്റെ ഭാര്യയും സ്വത്തുക്കളും തട്ടിയെടുത്ത് സ്വന്തം രക്തമാണെന്ന് വിശ്വസിപ്പിച്ച് കുഞ്ഞിൻ്റെ പിതൃത്വ നിർണയത്തിൽ ദയനീയമായി പരാജയപ്പെട്ടത്. എല്ലാം മറക്കാൻ മദ്യത്തെ കൂട്ടിപ്പിടിച്ചപ്പോൾ അറിഞ്ഞിരുന്നില്ല കൂടെ കൂട്ടിയത് മരണത്തെ കൂടിയാണെന്ന്. ലിവർ സിറോസിസ്. അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് താനിന്ന്. ഇവിടെ ആരോ അതറിയാൻ പാടില്ല. ഈ ലോകത്തു നിന്നും പോകുന്നതിന് മുമ്പ് മാളവികയെ കണ്ട് മാപ്പ് പറയണം. അതിനുവേണ്ടി മാത്രമാണ് ആശുപത്രി കിടക്കയിൽ നിന്ന് ഇത്രയും സാഹസമായൊരു യാത്ര നടത്തിയത്. ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ കാലത്ത് തന്നെ വല്യമ്മ തന്ന മാളവികയുടെ അഡ്രസ്സിൽ അന്വേഷിക്കണം. ആ കടുത്ത വേദനയിലും തനിക്കൊരു പിൻഗാമി ഈ ഭൂമിയിലുണ്ടെന്ന അറിവ് അവനെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ച്. അതിരാവിലെ തന്നെ വല്യമ്മ അവനെ വിളിച്ചുണർത്തി. പ്രാതൽ കഴിച്ചെന്ന് വരുത്തി അവൻ യാത്ര തുടർന്നു. നല്ല ക്ഷീണമുള്ളതിനാൽ ഒരു ഓട്ടോ പിടിച്ചായിരുന്നു യാത്ര. സ്ഥലത്തെത്തിയപ്പോൾ സാമാന്യം വലിപ്പമുള്ളൊരു വീട്, പഴമയുടെ പ്രൗഢിയോടെ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായത്. ഗേറ്റ് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ കടന്ന് കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ വാതിൽ തുറന്ന് വേലക്കാരിയാണ്. ആരാണ്? മേഡം ഓഫീസിൽ പോവരിങ്ങുവാ? കുറച്ച് ദൂരെന്നാ. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് മേഡത്തിനൊന്ന് കാണണം. നിരഞ്ജനാണെന്ന് പറഞ്ഞാൽ മതി. അവർ അകത്തേക്ക് പോയി. കുറച്ച് നിമിഷങ്ങൾക്കകം മാളവിക എത്തി. പണ്ടത്തെ മാളവികയല്ല, ആഠ്യത്വം വിളിച്ചോതുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ തലയെടുപ്പോടെ. നിരഞ്ജനെ കണ്ടുവെങ്കിലും ആ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. തന്നെ അവൾ തിരിച്ചറിഞ്ഞില്ലെന്ന് തന്നെ അവൻ കരുതി. എന്തിനാ വന്ന്? എന്താണ് ആവശ്യം? മാളൂട്ടി, ഇത് ഞാനാ, നിരഞ്ജൻ. വിളിക്കരുത്, നിങ്ങൾ ആ പേരെന്നെ. അവൾ ചീറ്റപ്പുലിയെപ്പോലെ ചീറി. അതുവരെ കാത്തുവച്ച സകല ദേഷ്യത്തോടെ, വെറുപ്പോടെ. ആ പേരിൽ എന്നെ വിളിച്ചിരുന്നയാൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഭൂമിയിലൊരു സ്ത്രീക്കും പൊറുക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. അതിന് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. മാപ്പ്? അവളുടെ മുഖത്തൊരു പരിഹാസച്ചിരി നിറഞ്ഞു. ഒരു വാക്കിൽ ഒതുക്കാനാവൂ നിങ്ങൾ എന്നോട് കാണിച്ച ക്രൂരതകൾ? പ്ലീസ് മാളവിക, എനിക്ക് നമ്മുടെ മോനിന്ന് കാണണം. നമ്മുടെ മോനോ? അതിനവൻ്റെ അച്ഛനില്ലല്ലോ. അവൻ്റെ അച്ഛൻ മരിച്ചു പോയതാ വർഷങ്ങൾക്ക് മുമ്പ്. മാളവിക പ്ലീസ്. അയാൾ കെഞ്ചി. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, ഇയാൾ പോകണം. എനിക്കെൻ്റെ മകനെ ഒന്ന് കാണണം. നിങ്ങൾക്ക് അവനെ കാണാൻ യോഗം ഉണ്ടെങ്കിൽ വിധി അവനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും, അല്ലാതെ ഞാനായിട്ട് കാണിച്ചു തരില്ല. വെട്ടിത്തിരിഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ഒരു ജന്മം മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങൾ അവളെ അത്രയ്ക്കും കഠിന ഹൃദയമാക്കിയിരുന്നു. തൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരുത്തിയുടെ കൂടെ സുഖജീവിതം നയിച്ച അവനോട് അങ്ങനെയല്ലാതെ പെരുമാറാൻ അവൾക്ക് ആവില്ലായിരുന്നു. അത്രയും മുറിവേറ്റൊരു ഹൃദയമായിരുന്നു അവളുടേത്. കുറച്ച് സമയം കൂടെ നോക്കി നിന്നിട്ട് ഒരു പിൻവിളിക്കായി കാതോർത്ത് അവൻ നടന്നകന്നു. അതേസമയം വീടിനുള്ളിൽ ഭൂതകാലത്തിൻ്റെ വേലിയിറക്കത്തിനാൽ അത്രമേൽ നൊമ്പരപ്പെട്ട ഒരു മനസ്സുമായി അവൾ നിരഞ്ജൻ്റെ ഒരു പഴയ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. കുറച്ചു ദൂരെ എങ്ങോട്ട് നില്ലാതെ അവൻ നടന്നു. ഒരു വളവ് കഴിഞ്ഞപ്പോൾ കണ്ട പാടവരമ്പിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് അവൻ കുറച്ചു നേരം നോക്കി നിന്നു. കുഞ്ഞുമീനുകൾ വെള്ളത്തിൽ ഓടി കളിക്കുന്നു. നക്ഷത്ര കണ്ണുള്ളൊരു മീൻ മറ്റു മീൻ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ച് കളിക്കുന്നത്. ഒട്ടൊരു കൗതുകത്തോടെ നോക്കിന്നു പോയി അവന് പെട്ടെന്ന് തലകറങ്ങുന്ന പോലെ തോന്നി. പാടവരമ്പത്തിരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടേക്ക് വീണുപോയി. ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് മടങ്ങി വരുന്ന കുറച്ച് മുതിർന്ന കുട്ടികളാണ് ആ കാഴ്ച കണ്ടത്. പാടവരമ്പത്ത് കിടന്ന് ആരോ പിടയുന്നു. കുട്ടികളെല്ലാം ഓടിയെത്തിയാളെ പൊക്കിയെടുത്ത് റോഡിൽ കിടത്തിയപ്പോൾ അവസാന ശ്വാസം പിടഞ്ഞെടുക്കുന്ന വേദനയിൽ അക്ഷരങ്ങൾ മുറിഞ്ഞു. നിശാന്ത് കല്യാണി, ആ കുപ്പി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തേ. അടുത്തിരുന്നു കൊണ്ട് കുപ്പിയിൽ നിന്നും പതിയാ തുറന്ന വായിലേക്ക് അവൻ വെള്ളം ഇറ്റിച്ചു കൊടുത്തു. മരണത്തിലേക്ക് പറന്നെടുത്തുകൊണ്ടിരുന്ന നിരഞ്ജന്റെ കാതുകളിൽ നിന്നും അവന്റെ ബോധമണ്ഡത്തിലെ അവസാന ചുഴിയിലേക്കാണ് ആ വാക്ക് പതിച്ചത്. നിശാന്ത് കല്യാണി. തൻ്റെ മകനാണ് വെള്ളം തരുന്നത്. പക്ഷേ കണ്ണിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയല്ലോ. ചുറ്റും ഇരുട്ടാണ്. അയാൾ ആവുന്നത് ശ്രമിച്ചു നോക്കി ആ മുഖമൊന്ന് കാണാൻ. ദേഹം വിട്ടുപോകുന്ന അവസാന നിമിഷങ്ങൾ. അയാൾ മരണത്തോട് കെഞ്ചി. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം തരൂ, എൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ.
അടക്കാനാവാത്ത ആത്മനൊമ്പരത്തോടെ ആ മരണം തൊട്ടുമുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന നിശാന്ത് കല്യാണിക്ക് മുമ്പിൽ ആ മിഴികളൊന്ന് തുറന്നടഞ്ഞു.